ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നതും. രാവിലെ ഒരു 5 മണി 5:30 ടൈമിനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂട്ടി അവിടെ സേഫാക്കി പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനത്തെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങ് നടന്നു. ഈ നടക്കുമ്പോഴൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ തന്നെ കാണാനുള്ളൂ, പക്ഷെ അതിലും എന്തോ ഒരു വല്ലാത്ത സന്തോഷം. അതെന്താണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ട്രെയിനിൽ കയറണോണ്ടാണ് തോന്നുന്നു. പിന്നെ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങണം. ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ഈ ഫ്ലൈറ്റിൽ, അതുപോലെ തന്നെ ട്രെയിനിൽ ഇപ്പം ഞാൻ കയറി. പിന്നെ ഈ ക്രൂസ് ഷിപ്പില്ലേ, അത് ഞാൻ ഒരു വട്ടം കയറിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ സംഭവം എന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. പിന്നെ നമ്മുടെ ട്രെയിൻ ഈ വരുന്ന ട്രെയിനിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ട്രെയിനൊക്കെ നിർത്തിയതിന് ശേഷം നമ്മൾ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് നെക്സ്റ്റ് കയറി. അപ്പോൾ ഇതെന്തോ വെള്ളം ട്രെയിനിൽ ശേഖരിക്കുന്ന എന്തോ സംഭവമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു സെക്ഷനിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ സ്റ്റേഷനിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത ചെറിയൊരു കാറ്റും, അതുപോലെ തന്നെ നല്ല പച്ചപ്പും ഹരിതാപവും, പിന്നെ നമുക്ക് സൂര്യൻ ഉദിച്ച് വരികയായിരുന്നു. പിന്നെ ഈ പുഴയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 2-3 വീഡിയോസൊക്കെ ഇട്ട് പിന്നൊന്നും നോക്കിയില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 2025 സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10-90 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 പേരിങ്ങനെ നമ്മളെ അറിയുന്നവർ കാണുന്നു എന്നറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അപ്പോൾ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബാക്കി ഞാൻ പിന്നെ പറയട്ടെ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. അവിടെ ഞാനൊരു 2-4 വട്ടം വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ബിരിയാണിയാണ് കഴിക്കാറ്, കാരണം ഉച്ച ടൈമൊക്കെ കഴിയുമ്പോഴാണ് എത്താറുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അതും പാരങ്ങളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടുത്തെ കറികളും എല്ലാം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ ഹൈപ്പ് ഉണ്ടോയെന്ന് കൂടി നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ സ്റ്റൂവും അതുപോലെ തന്നെ വെള്ളപ്പമായിരുന്നേ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഹൈപ്പിനേക്കാൾ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കാരണം അത്രയും ടേസ്റ്റുള്ള ചിക്കൻ സ്റ്റൂ. ശരിക്കും വെള്ളപ്പും തേങ്ങാപ്പാലും ഒഴിച്ച് മീൻകറിയാണ് നല്ലതെന്നാണ് പറയാറ്. പക്ഷേ എനിക്ക് ഫിഷ് ഇഷ്ടമല്ല, അതുകൊണ്ട് ചിക്കൻ കറി എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു പൊറാട്ട കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ ജ്യൂസും ഒരു കോഫിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടെ തന്നെ നമുക്ക് നമ്മുടെ വയറ് ഫുള്ള് ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഈ ഒരു സംഭവം, അതായത് ഈ ജീരകമൊക്കെ ഉണ്ടാവില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫോക്കസ് ആവണില്ല, എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഇരുന്ന് ഊബർ വിളിച്ചിട്ട് നേരെ പോകുന്നത് ലുലുവിലോട്ടാണ് കേട്ടോ. അപ്പോൾ ലുലുവിൽ വന്നിട്ട് ഒരുപാട് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ചോക്ലേറ്റ് ഫെസ്റ്റ്, ബാക്ക് ടു സ്കൂൾ, അതുപോലെ തന്നെ മാംഗോ ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ 9 മണിക്ക് എത്തിയതുകൊണ്ട് തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഈ മാളുകളിലൊക്കെ കുറച്ച് റഷ് വേണം, എന്നാലാണ് നമുക്കൊരു എനർജി ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിൽ ഒരു സുഖമില്ല, അങ്ങനെയാണ്. അപ്പോൾ എന്ത് പറഞ്ഞു വന്ന് ചാനലിൻ്റെ കാര്യം. പിന്നെ 2026 ജനുവരിയിലാണ് ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഡെയിലി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആർക്കും ചാനലൊന്നും കൊടുത്തില്ല. പിന്നെ 1-2 പേര് ചാനൽ തായോ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ നമ്മളെ കാണും, അങ്ങനത്തെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയില്ലേ, അതുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പം എന്താ. പിന്നെ ചിലർ ഞാൻ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് സത്യമായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളെ അറിയാവുന്ന ചിലരുണ്ടല്ലോ, അവർ വീഡിയോസൊക്കെ കണ്ടിരിക്കും, എന്നിട്ട് നമുക്ക് ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എങ്ങാനത് ചെയ്ത് നമ്മളങ്ങ് റീച്ചായി പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ല എന്നുള്ള പേടി, അതുകൊണ്ട് മാത്രമാണ്. അത് ഏറെക്കുറെ ശരിയാണ്. പിന്നെ വീഡിയോസ് മെയിനായിട്ട് നമ്മുടെ ഫാമിലി, നമ്മളെ അറിയുന്നവരൊക്കെ ഈ കാണുന്നത് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ പിന്നെ വന്നിട്ടുള്ളത് ഫോക്കസ് മാളിലോട്ടാണ്. നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ വാച്ച് വേണം, ഈ വാച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വേറെ കുറേ നോക്കി എവിടെയും കിട്ടാണ്ടായിരുന്നില്ല. ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ കോപ്പീസ് ഉണ്ട്, പക്ഷേ ഒറിജിനൽ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ നോക്കി, എവിടെയില്ല, എറണാകുളം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ സ്റ്റോക്ക് ഔട്ടായിരുന്നേ. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കാലിക്കറ്റുള്ള ഫോക്കസ് മാളിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇവിടുത്തെ KCOയുടെ ഷോറൂമിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് KCOയുടെ ഇലുമിനാറ്റി എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഇതാണ്, ഈ കാണുന്ന വാച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഹസ്ബൻഡിന് കൊടുത്തതായിരുന്നു. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതായതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. എനിക്ക് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു സർപ്രൈസ് ആൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ പറ്റട്ടെ. പിന്നെ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാ പ്രാവശ്യവും ആൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് തന്നെ നമ്മുടെ ഓൺ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി പറ്റാറുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, ഭയങ്കര പ്രൗഡാണ് കേട്ടോ അതിൽ. അങ്ങനെ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ ഫോക്കസ് മാൾ മൊത്തത്തിൽ നിന്ന് കാണുകയൊക്കെ ചെയ്തു. ഇനി നമ്മുടെ അടുത്ത കഥയിലേക്ക് വരാം. അപ്പോൾ കൂടുതലും നമ്മൾ അറിയുന്ന ആൾക്കാർ നമ്മുടെ ചാനലോ കാര്യങ്ങളോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വേറൊരു കാര്യം കൂടിയിട്ട് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പറയും, കണ്ട അവൾ തട്ടിട്ടിട്ടില്ല, അവളുടെ ലിപ്സ്റ്റിക്ക് നോക്ക്, അവളുടെ ഡ്രസ്സിങ് നോക്ക്, എന്നിട്ട് ഇവരിത് പറഞ്ഞ് കളിയാക്കി ചിരിച്ച് എന്തൊക്കെ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഷെയർ ചെയ്ത് നെക്സ്റ്റ് ആൾക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ഡിസ്കസ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് നമ്മളെ അറിയാത്ത സബ്സ്ക്രൈബേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം അല്ലേ, എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യും. പക്ഷെ അതിൽ മീൻസ് ഈ ഒരു ജലസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈഗോ വെച്ചിട്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അത്രയ്ക്ക് കാര്യമുള്ളൂ. പക്ഷെ അതൊന്നും നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് കളഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഫോക്കസ് മാളിൽ 2 ഐസ്ക്രീമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടുത്തെ ഗെയിം സോണിൽ ഗെയിമൊക്കെ കളിച്ചു ഹസ്ബൻഡ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഊബർ വിളിച്ചിട്ട് പോകുന്നത് മിഠായി തെരുവിലോട്ടാണ്. അപ്പോൾ അവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. 2-3 ചെരുപ്പ് നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടി, വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു മുസംബി ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ അടുത്ത് തന്നെയാണല്ലോ റെയിൽവേ സ്റ്റേഷൻ, അങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുറച്ച് ഡിലേ ആയിരുന്നു ട്രെയിൻ, അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം നമുക്ക് അവിടെ പോസ്റ്റ് കിട്ടി. പിന്നെ വന്നിട്ട് ഇത് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ലോങ് വീഡിയോയാണ്. ഇതെനിക്കൊരു 10 പേര് പോലും കാണുന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിതൊക്കെ ഒരു മെമ്മറിയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ബാക്കിയൊക്കെ വഴിയെ വന്നോളും. പിന്നെ ഷോർട്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. പിന്നെ എന്താ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ കയറിയ സമയത്ത് മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. നല്ല മഴയായിരുന്നു. പിന്നെ ട്രെയിനിൽ വമ്പൻ കോമഡി ആയിരുന്നു. കാരണം അവിടെ ടിക്കറ്റ് എടുക്കാതെ കയറി ഫൈൻ അടയ്ക്കുന്നു, TTRൻ്റെ ചീത്ത ബഹളം, പിള്ളേർ കരയുക, എന്തൊക്കെയായിരുന്നു ട്രെയിനിൽ കേട്ടോ. ട്രെയിനിൻ്റെ അവസ്ഥ ഒന്നും പറയണ്ട. പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, മഴയാണല്ലോ. കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് മാറിയിട്ടോ. അപ്പോൾ കുറേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലേ. പിന്നെ എന്താ ഭയങ്കര ഇടിയും മഴയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. കാരണം മഴയല്ല, റെയിൻകോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.